എല്ലാവർക്കും പൊന്നറുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിനമാണ് ലോക അന്താരാഷ്ട്ര യോഗാ ദിനം. നമ്മൾ ഇന്ന് യോഗാ ദിനം ആഘോഷിക്കുന്നത് അംഗനവാടിയിലാണ് ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അംഗനവാടി എത്തിയിരിക്കുന്നു ഗൈസ്. ഇവിടെ യോഗാ ദിനം തുടങ്ങാൻ പോണതേ ഉള്ളൂ. അപ്പോൾ യോഗാ ദിനത്തിന് ഇവിടെയാണ് യോഗാ ദിനം നടക്കുന്നത് ഗൈസ്. യോഗയുടെ ഇന്റർനാഷണൽ യോഗയുടെ ഭാഗമായിട്ടുള്ള ക്ലാസ്സാണ് ഇവിടെ നടക്കുന്നത്. ക്ലാസ്സിൽ ആദ്യം ഗുരുമന്ത്രമാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ ഏത് പൊസിഷനും നമുക്ക് ഓം ഗുരു ബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമ്മുടെ ഈ യോഗയായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ആദ്യം ഗുരുമന്ത്രം പറയുന്നത് ചിന്തിക്കുന്നവരുണ്ടാവും. ഏതൊരു കാര്യത്തിനൊരു ഗുരു ഉണ്ടാവും. നമ്മുടെ യോഗയുടെ ഗുരു എന്ന് പറയുന്നത് പതഞ്ജലി മഹർഷിയാണ്. ആദ്യ ഗുരുവായി കണക്കാക്കപ്പെടുന്നത് നമ്മുടെ ശിവഭഗവാനാണെങ്കിലും അതൊരു ക്ലാസിന്റെ രൂപത്തിൽ നമുക്ക് പറഞ്ഞു തുടങ്ങിയത് പതഞ്ജലി മഹർഷിയാണ്. ആ ഗുരുവിന്റെ പാദങ്ങളിൽ തൊട്ടുള്ള നമസ്കാരമായിട്ടാണ് ഗുരുമന്ത്രം നടക്കുന്നത്. ഗുരു എന്ന വാക്കിന്റെ അർത്ഥം ഗുരു, രണ്ട് വാക്ക് ചേർന്നതാണ്. ഗു എന്ന് പറയുമ്പോൾ അന്ധകാരം, ഗുരു എന്ന് പറയുമ്പോൾ അകറ്റുന്നത്. ഗുരു അന്ധകാരം അകറ്റുന്നത് ആരാണോ ആ ആളാണ് ഗുരു എന്ന് പറയുമ്പോൾ, അന്ധകാരം എന്ന് പറയുന്നത് നമ്മുടെ അറിവില്ലായ്മ ഏത് രീതിയിലുള്ളതാവാം. അത് അകറ്റുന്ന ആരാണോ അതാണ് ഗുരു. ഗുരുവിനെ അടുത്തായിട്ട് അടുത്ത് ചെയ്യാൻ പോകുന്നത് ലഘുവായിട്ടുള്ള വ്യായാമ യോഗമാണ്. നമ്മുടെ യോഗ ശരീരത്തിന് അതിന് പറ്റുന്ന രീതിയിൽ ആയാസം വരുന്ന രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള വ്യായാമ യോഗങ്ങൾ ചെയ്യും. അപ്പം ഇരുന്നുകൊണ്ടുള്ള കുറച്ച് വ്യായാമ യോഗങ്ങളാണ് ചെയ്യാം. രണ്ട് കൈ നേരെ ഫ്രണ്ടിലോട്ട് നീക്കി പിടിച്ചിട്ട് രണ്ട് കൈപ്പത്തി വലത്തേ ഭാഗത്തേക്ക് 5 പ്രാവശ്യം കടക്കും. വിരലെല്ലാം ചേർന്നിരിക്കണം. കൈ വലിച്ചു പിടിച്ച പോലെ ഇരിക്കണം. നട്ടല് നിവർത്തിയിരിക്കണം. 5 പ്രാവശ്യം ചെയ്ത ശേഷം ഇടത്തെ ഭാഗത്തേക്ക് 5 പ്രാവശ്യം ചെയ്യും. മുട്ടുന്ന ഭാഗത്തിന് ശേഷം കൈ മടക്കി നേരത്തെ ചെയ്തു 5 പ്രാവശ്യം ഇടത്തോട്ട് കിടക്കണം. ശേഷം 5 പ്രാവശ്യം ഇടത്തെ ഭാഗത്തേക്ക് കിടക്കണം. പിന്നെ പതുക്കെ ഇടിക്കാൻ നോക്കണം. എന്നുണ്ടെങ്കിൽ കൈ കുത്തി കഴിക്കും. മാക്സിമം കാലിന് ബലം കൊടുത്ത് പറ്റുന്ന കൈ മാക്സിമം കറക്കി എടുക്കുക. കൈ കറക്കി എടുക്കുന്ന സമയത്ത് നമ്മുടെ കൈ മുകളിൽ പോകുമ്പോൾ നമ്മുടെ ചെവിയുടെ കൂടെ ചേർന്ന് നിൽക്കുക. അതുപോലെ തിരിച്ച് വരുന്ന സമയത്ത് നമ്മുടെ ഈ തുടയുടെ ഭാഗത്ത് തട്ടി തന്നെ പോകണം. നേരെ കറക്കി എടുക്കുക. 5 പ്രാവശ്യം തിരിച്ച് അതുപോലെ ആംഗിൾ റൊട്ടേഷൻ തിരിച്ച് അതേപോലെ തന്നെ തിരിച്ച് കറക്കി എടുക്കുക. ബോഡി കറങ്ങരുത്, കൈ മാറി. 5 പ്രാവശ്യം വലത്തോട്ട് കറക്കാം. മാക്സിമം കറക്കി എടുക്കാം. അതുപോലെ 5 പ്രാവശ്യം ഇടത്തോട്ട്. പതുക്കെ മുട്ട മടക്കുക. കാൽ മുട്ട് 5 പ്രാവശ്യം വലത്തോട്ട്. 5 പ്രാവശ്യം ഇടത്തോട്ട്. അടുത്ത കാല് ഇടത് കാല് അതുപോലെ തന്നെ ആദ്യം 45 പ്രാവശ്യം വലത്തോട്ട്. ശേഷം 5 പ്രാവശ്യം ഇടത്തോട്ട്. കാല് മുട്ട മടക്കി 5 പ്രാവശ്യം വലത്തോട്ട്. ഇതുകൊണ്ടല്ല നമ്മുടെ ഇടത്തെ ഭാഗം, ഈ ഭാഗം മാത്രം വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞ് ഞാൻ ചെയ്ത് കാണിക്കാം. വലത്തെ ഭാഗത്തേക്ക് തിരിക്കും. ത്രികോണാസനം എന്ന് പറയും. ഇവിടുന്ന് നേരെ കട്ട് ചെയ്തിട്ട് ഈ ഭാഗം ഇടുപ്പിന്റെ ഭാഗം നേരെ ഇടത് ഭാഗത്തേക്ക് പോകും. കുറച്ച് തന്നെ വേണം. കൈ നേരെ വെഞ്ഞിരിക്കും. ഇവിടുന്ന് ഇടത് ഭാഗത്തേക്ക് കട്ടായ ശേഷം കൈ നേരെ താഴെ. ഈ വരുന്ന സമയത്ത് നമ്മൾ കണ്ടല്ലോ, ഇവിടെ കണ്ടല്ല, ഒരു കാരണവശാലും ബോഡി കറങ്ങി വരും. ഈ
ഫ്രണ്ട് പൊസിഷൻ നമ്മുടെ ഫ്രണ്ടിലോട്ട് തന്നെ ഇവിടെ നിൽക്കുന്നു. നേരെ പോയി ബോഡി നേരെ ഫ്രണ്ടിലോട്ട് തന്നെ ഇങ്ങോട്ട് നേരെ മുകളിലത്തെ കൈയുടെ തുമ്പ് തന്നെ. ഇതാണ് ത്രികോണാസനത്തിന്റെ സ്ഥിതി, പൂർണ്ണമായിട്ടുള്ള സ്ഥിതി. ഇവിടെ നേരെ അതുപോലെ നട്ടല് നിവർത്തിയിരിക്കണം. പച്ചവാസം കാലും ചാക്ക് വെള്ളം നോക്കിയിരിക്കുക. നേരെ ക്യാറ്റ് എന്ന് പറയും. ശ്വാസം മാക്സിമം പുറത്തോട്ട് വിട്ട് മാക്സിമം നട്ടല്ല ഭാഗം. നട്ടല് എനിക്ക് ഏറ്റവും ചെറിയ യോഗയാണ് ക്യാറ്റ് പോസ് എന്ന് പറയും. നട്ടൽ ശ്വാസം മാക്സിമം വിട്ട് നട്ടലിൻ്റെ ഭാഗം ഉയർത്തി. അതുപോലെ ശ്വാസം എടുത്തുകൊണ്ട് ടൗ പോസ് എന്ന് പറയും. ഇത് രണ്ടുമാണ് നട്ടലിൻ്റെ വേദനയ്ക്ക് യോഗ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. നമ്മൾ നോക്കി നമ്മളിവിടുന്ന് ശ്വാസം ഫുള്ള് വിട്ട് കൊണ്ട് നട്ടൽ ഭാഗം ഉയർത്തും. അപ്പോൾ നട്ടലിൻ്റെ ഭാഗം ആവില്ല. തിരിച്ച് അതിൻ്റെ ശ്വാസം ഫുള്ളായിട്ട് വിടും. യോഗയുടെ എല്ലാ പോസിറ്റീവും അത് തന്നെയാണ് ആക്കിയത്. നമ്മുടെ ശശാങ്കാസനം കൃത്യം കിടക്കുന്ന സ്ഥിതിയാണ്. ഈ വജ്രാസനം തിരുമ്പ് നേരെ കൈ രണ്ടും അവിടെ തന്നെ ആയിരിക്കും. മുന്നിലോട്ട് പോയ ശേഷം നമ്മുടെ തല നേരെ താഴെ. ഇതാണ് ശശാങ്കാസനം. കൈ മാക്സിമം തിന്നിട്ട് നമ്മുടെ വയറ് കാലിനോടൊപ്പം ചേർത്ത് തല നോക്കി തലയിൽ വിടും. ശശാങ്കാസനം. ഇതിന് വീണ്ടും ശ്വാസം എടുത്ത് നേരെ പണി വരും. ഒരു ശ്വാസം വിട്ട് മാർജാര അതായത് ക്യാറ്റ് പോസിൽ പോയ ശേഷം ഇവിടെ നേരെ കാല് എടുത്ത് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യും. ബാലൻസിങ് ആണ്. നമ്മുടെ ശരീരം ബാലൻസ് ചെയ്യുന്നതിന്റെ ഇവിടെ വന്ന ശേഷം നേരെ കാല് താഴെ അടുത്ത കാലം ഇതുപോലെ. ഇത് കഴിഞ്ഞ് അടുത്ത നമ്മുടെ ബോഡി ബാലൻസ് നമ്മുടെ ശ്വാസം അകത്തേക്ക് എടുത്ത ശേഷം നമ്മുടെ വലത് കാലം നേരെ ഉയർത്തും. ബാലൻസ് കാരണം കയ്യും ഉയർത്തി സ്ട്രൈറ്റ് ആവും. ഒരേ സൈഡിലുള്ള കയ്യും കാലും. നോട്ടം നമ്മുടെ പെരിയ വിരലിന്റെ തുമ്പിൽ കയ്യിൽ നേരെ വലിച്ചു. ഇത് തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഫുൾ ബോഡി ബാലൻസ് നമ്മുടെ കയ്യിൽ. നമ്മൾ കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, ചെയ്ത് നോക്കുമ്പോൾ ഇതൊരു വ്യത്യാസമാണ്. നമ്മൾ കാല് ഉയർത്തി നേരെ പരവസാനം നട്ടൽ വേദനയ്ക്കുള്ള ഒരു നല്ലൊരു വ്യായാമമാണ്. നട്ടൽ മാക്സിമം ഷേപ്പിലോട്ട് പോകുന്നു. കാലിന്റെ പേര് വേണം കലദാസൻ. ഇതിപ്പോ അത്രയും പോകാൻ നമ്മളെ കൈയുടെ അകത്ത് പോകണം. ഇത് നേരെ വന്ന് നേരെ വീണ്ടും കലദാസനം ചെയ്യുന്നതാണ്. ഇവിടുന്ന് നേരെ കാല് നേരെ ഉയർത്തി കൈയുടെ അതേ അളവിൽ വയ്ക്കും. ഇവിടെ നേരെ കൈ നേരെ മുകളിലോട്ട് നിർത്തി പാർശ്വകോണാസനം. ഈ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കാല് ഈ നിൽക്കുന്ന എത്രയും ഭാഗം ഈ കാലിൽ ഈ കൈ ഒരേ അളവിലായിരിക്കണം. നമ്മുടെ ഇതിനിപ്പോൾ കാലിഞ്ഞോ വളഞ്ഞോ ഒന്നും നിൽക്കാൻ പാടില്ല. സ്ട്രൈറ്റ് ആയിരിക്കും. നേരെ താഴെ വയ്ക്കും. ഈ കാല് പുറത്തിറക്കി വീണ്ടും പർവ്വതാസനത്തിൽ പോകും. ഇത് പോകുന്ന ഓരോ ശ്വാസത്തെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും അടുത്ത കാലമായിട്ട് നേരെ വെച്ച് ഒരേ സ്ഥിതി. കാലെപ്പോഴും 90 ഡിഗ്രി തന്നെ. ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടോ വരാൻ പറ്റില്ല. 90 ഡിഗ്രി. ബോഡി എങ്ങോട്ടാണ് തിരിക്കുന്നത് നമ്മുടെ പൂർണ്ണമായിട്ട് ഫ്രണ്ടിലോട്ട് തിരിഞ്ഞ് തന്നെ നിൽക്കണം. നേരെ വെച്ച് വീണ്ടും പർവ്വതാസനം. ഇതിനു ശേഷം ശരീരം ഇപ്പോൾ നമ്മുടെ ശരീരം ചൂടായി നിൽക്കുകയാണ്. ഈ ശരീരം വേണ്ടി തണുപ്പില്ല. എല്ലാം നല്ല ചെയ്യാന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് ശേഷം നല്ല രീതിയിൽ ഞാൻ കേൾക്കും. നമ്മുടെ ശരീരം തണുക്കണം. അതുകൊണ്ട് നമ്മുടെ നാഡീസ്വാദം നമ്മുടെ ഞരമ്പുകളെ ശരീരത്തിലെ നാഡികളെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റാക്കുന്നതിനുള്ള നാഡീസ്വാദം എന്ന് പറയും. വലത് കൈയുടെ ശേഷം ഇടത് കൈയുടെ ചൂണ്ട് വെള്ളം നടുക്കുള്ള വരണം. ഈ രണ്ട് വെള്ളം നമ്മുടെ നെറ്റിയുടെ നേരെ വയ്ക്കും. അതിനുശേഷം പെരുവിരല് കൊണ്ട് മൂക്കിന്റെ ഇടത് ഭാഗത്ത് അടച്ചു പിടിക്കും. വലത് ഭാഗത്തൂടെ മാക്സിമം മുഖത്തുള്ള ശ്വാസം മൊത്തം പുറത്തു വിടും. ഫുള്ളായിട്ട് പുറത്തുവിട്ട ശേഷം
ഇടത് ഭാഗത്ത് മൂക്ക് തുറക്കില്ല. അതുപോലെ മാക്സിമം അകത്തേക്ക് ശ്വാസം എടുത്ത് അകത്തുള്ള ഫുൾ ശ്വാസം പുറത്തു. അടച്ചു പിടിച്ചു. ഇടത് ഭാഗത്ത് നടിശോധന ചെയ്യുന്നത് ശ്വാസക്രമം പറയുന്നത് 1:4:2 എന്നുള്ളതാണ്. നമ്മൾ 10 സെക്കൻഡ് കൊണ്ട് ശ്വാസം എടുത്തു കഴിഞ്ഞാൽ 40 സെക്കൻഡ് ഹോൾഡ് ചെയ്യണമെങ്കിൽ അത് 20 സെക്കൻഡ് കൊണ്ട് മാത്രമേ പുറത്ത് വിടാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് 5 സെക്കൻഡ് എടുക്കാൻ പറ്റും, 10 സെക്കൻഡ് എടുക്കാൻ, പക്ഷേ 20 സെക്കൻഡ് ഹോൾഡ് ചെയ്യായിരിക്കും. എല്ലാവരും ചെയ്യുന്ന പറയുമ്പോൾ തിരിച്ച് നമ്മളത് 5 സെക്കൻഡിൽ നിന്ന് പുറത്ത് വിടും, പെട്ടെന്ന് പുറത്ത് വിടും. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിന് ശ്വാസക്രമം പറയുന്നത് 1:4:2. അതായത് 5 സെക്കൻഡ് കൊണ്ട് ശ്വാസം എടുത്തു കഴിഞ്ഞാൽ 20 സെക്കൻഡ് ഹോൾഡ് ചെയ്യണം, 10 സെക്കൻഡ് കൊണ്ട് പുറത്ത് വിടാം. അത് കഴിഞ്ഞ് നമുക്ക് 3 രീതിയിൽ നമ്മുടെ ദഹന പ്രശ്നങ്ങളുള്ളവർക്ക് 3 രീതിയിൽ നമുക്ക് ശ്വാസക്രമത്തിലൂടെ ചെയ്യാൻ പറ്റും. ഒന്ന് അബ്ഡോമിനൽ ബ്രീത്തിങ് എന്ന് പറയും. നമ്മുടെ വയറ്റിൽ മാക്സിമം ശ്വാസം ഹോൾഡ് ചെയ്യുക. അതായത് ശ്വാസം എടുക്കുന്നു, മാക്സിമം വയറ് വരും, അതുപോലെ തിരിച്ച് ശ്വാസം എടുക്കും. രണ്ടാമത്തത് ചെസ്റ്റൽ ബ്രീത്തിങ് ആണ്. നമ്മുടെ ശ്വാസം നമ്മുടെ വയറ്റിൽ. അടുത്തത് കോളർ ബ്രീത്തിങ്. ശേഷം നമുക്ക് ശ്വാസ മെഡിറ്റേഷൻ എന്നുള്ളത് കുട്ടികളെ ഏറ്റവും കൂടുതൽ ഈ ശ്വാസം മെഡിറ്റേഷൻ ഏറ്റവും കൂടുതൽ ഈ വീട്ടിലായിട്ടുള്ള ആൾക്കാരാണ് ചെയ്യുന്നത്. കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പ്രാവശ്യം ശ്വാസം എടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യം ശ്വാസം എടുക്കുന്നതിന് 1 സെക്കൻഡൊക്കെ എടുക്കും. പക്ഷേ ഈ ബ്രീത്തിങ്ങിന്റെ പ്രത്യേകത പറയുമ്പോൾ നമ്മൾ ഒരു ശ്വാസം എടുത്ത് അത് ഹോൾഡ് ചെയ്ത് പുറത്ത് വിടുന്നതിന് ഏകദേശം നമ്മളൊരു 30 സെക്കൻഡ് കൂടി എടുക്കും. അത് നമ്മൾ നോർമൽ ശ്വാസം 30 സെക്കൻഡ് നമ്മുടെ ഹാർട്ടിന്റെ ഇടിപ്പ് നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ഈ ശ്വാസം മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനം നമ്മൾ തപ്പനെ ഇടിച്ചോണ്ടിരിക്കുന്ന പതുക്കെ വളരെ സ്ലോ ആവുന്നത്, വളരെ ഒരുപാട് സമയം എടുത്തിരിക്കുന്ന അറിയാമോ. അതനുസരിച്ച് നമ്മൾ ബ്ലഡ് പമ്പിങ് പഠിപ്പിക്കാനുള്ള സമയമായി. ഒരു 3 ഓംകാര മന്ത്രം മുഴക്കിക്കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ ഓംകാര മന്ത്രം എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നമുക്കെല്ലാം അറിയുന്നത് ഒരു ഹിന്ദുവിൻ്റെ ഒരു ആചാര അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം വരുന്നത് അങ്ങനെ. ഓം എന്നുള്ള പാദത്തിൻ്റെ അർത്ഥം 3 വാക്കുകൾ ചേർന്നാണ് ഓം. ആ ഉ അം. അത് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഹിന്ദുക്കളുടെ ധർമ്മം അനുസരിച്ച് പറയുന്നത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ. അതായത് യോഗയിൽ പറയുന്നത് ബോഡി ബ്രീത്ത് മൈൻഡ്, ഈ 3 സംഭവം ഒന്നിച്ച് ചേർന്നാൽ മാത്രമേ യോഗ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ചെയ്യുന്നത് സർക്കസ് എന്നേ പറയും. നമ്മുടെ ബോഡി എത്രത്തോളം ഫ്ലെക്സിബിൾ ആണോ അതനുസരിച്ച് ആ ശരീരം നമ്മുടെ മനസ്സ് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ശരീരത്തെ എത്തിക്കാൻ അവിടെ നിലനിർത്താൻ എത്ര സമയം നമുക്ക് ബാലൻസ് ചെയ്ത് നിർത്താൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് 3 പ്രാവശ്യം കണ്ണടച്ച് ഓംകാരം മുഴക്കിക്കൊണ്ട് ഇന്നത്തെ ഈ യോഗ പരിപാടി അവസാനിപ്പിക്കാം. ഇന്നത്തെ യോഗ ക്ലാസ് നിങ്ങൾ കണ്ടല്ലോ. ഇതുപോലെ എല്ലാവരും ചെയ്യണം. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ വരുമ്പോൾ ബൈ.